അമേരിക്കയിലെ ടെക്സാസിൽ 2014 മാർച്ച് 27 ലാവൻഡർ എന്ന് പറയുന്ന സ്ത്രീ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ വന്നുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എനിക്ക് സറണ്ടർ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഭയന്നതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ വാതിലും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല, നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തോട്ട് വരണമെന്ന് പോലീസുകാരുടെ പക്കൽ വിളിച്ചു പറയുകയും ചെയ്തു. അന്നേ സ്ഥലത്തോട്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർ എത്തുകയാണ്. പോലീസുകാർ എത്തിയതിന് ശേഷം എന്താണ് സംഭവം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ്റെ പക്കൽ പോലീസുകാർ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഒരാളെ കൊന്നു, നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാരെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഒരു വീടിൻ്റെ മുമ്പിലോട്ട് എത്തുകയും ചെയ്തു. ആ വീടിൻ്റെ വാതിലാണെങ്കിൽ കുറ്റിയിട്ട രീതിയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ആ വാതിൽ ഇവൻ തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് പോലീസുകാർ കയറുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയ പോലീസുകാരനെ അമ്പരന്ന് പോയി. അതിൻ്റെ ഉള്ളിൽ കണ്ട സ്ത്രീയുടെ തലച്ചോറ് മുഴുവൻ അടിച്ച് പൊടിച്ചതിന് ശേഷം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സ്ത്രീയുടെ ദേഹത്താണ് ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ മീഡിയ ആ സ്ഥലത്തോട്ട് വരികയും പിന്നീട് മീഡിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഇവരുടെ മകൾ നേരെ വീട്ടിലോട്ട് വരികയാണ്. പോലീസുകാരുടെ പക്കൽ പറയുകയാണ്, ഞാൻ അവരുടെ മകളാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ മരണപ്പെട്ട സ്ത്രീയുടെ പേരെന്താണ്? കിംബെർലി എന്നാണ് ഈ മരണപ്പെട്ട സ്ത്രീയുടെ പേര്. അതുപോലെ തന്നെ കിംബെർലിനെ അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങൾ കണ്ടത് എന്നും ഈ മകളുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു. അതായത് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ കാട്ടി മുമ്പേ തന്നെ ഇവനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഫാമിലിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസുകാർക്ക് തിരിയാൻ വേണ്ടി തന്നെ മകളുടെ പക്കൽ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. കിംബെർലി എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഈ സ്ത്രീയെ അവസാനമായി കണ്ടത് ഇന്നലെ രാത്രി ഞങ്ങളൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ്റെ അകത്താണ് ഞാൻ അമ്മയെ അവസാനമായിട്ട് കണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ ഇവൻ ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. ഇവൻ്റെ പേര് കെവിൻ എന്നാണ്. അതുപോലെ തന്നെ കെവിനും അമ്മയും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. കെവിന് പുറത്ത് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. കെവിൻ്റെ അടുപ്പമുണ്ടെങ്കിൽ അത് അമ്മയുമായിട്ട് മാത്രമാണ് അടുപ്പം. അതുപോലെ തന്നെ വേറെ പുറത്തുള്ള ആരും മറ്റ് യാതൊരു രീതിയിലുള്ള കണക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അമ്മ ഇതിനു മുമ്പേ തന്നെ ഇവൻ കയ്യിൽ റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആശ്ചര്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അമ്മ എൻ്റെ പക്കൽ വന്ന് പറഞ്ഞു എന്ന രീതിയിലുള്ള കാര്യമായിരുന്നു ഈ മകൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് കെവിനെ പോലീസുകാർ വിളിച്ചു കൊണ്ടുപോയതിന് ശേഷം കെവിനെ പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ്. ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ തന്നെ അണുമുട വിടാതെ തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒരു ദിവസം അമ്മയെ ഞാൻ റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി, അതിനുശേഷം അമ്മയും ഞാനും കൂടിയിട്ട് വഴക്കാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അമ്മയുടെ ബർത്ത്ഡേ ദിവസം തന്നെ അമ്മയെ കൊല്ലണമെന്ന് എൻ്റെ മനസ്സിലോട്ടൊരു തീരുമാനം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്മയാണെങ്കിൽ നോക്കുന്ന ടൈമിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കസാരയിനകത്ത് ഇരിക്കുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത്. പതുക്കെ വേക്കിലൂടെ പോയതിന് ശേഷം ഒരു ഷാള് കഴുത്തിലൂടെ ഇട്ടതിന് ശേഷം അമ്മയെ അങ്ങനെ തന്നെ വലിച്ച് ഞാൻ നിലത്തിടുകയും ചെയ്തു. പിന്നീട് എൻ്റെ കയ്യിലുള്ള ചിറ്റിക വെച്ച തലക്കടിക്കുകയാണ്. 17 അടിയോളം അടിച്ചിട്ടും അമ്മയുടെ തലക്കടിച്ചിട്ടും അമ്മ മരണപ്പെട്ടിട്ടില്ല, അമ്മക്ക് ജീവനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തലച്ചോറ് അടിച്ച് പൊളിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് തലച്ചോറ് പുറത്തോട്ട് വന്നപ്പോൾ അമ്മ മരണപ്പെടുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തലച്ചോറിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, അതിനുശേഷം അമ്മയുടെ ശരീരവുമായി ശാരീരിക ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുത്തു. പോലീസുകാർ അവിടെ നിന്ന് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് പോലീസുകാർക്ക് അവിടെ നിന്ന് ഒരു നോട്ട് ലഭിച്ചത്. ആ നോട്ടിൻ്റെ അകത്ത് ഇവൻ തന്നെ ഇത് നോട്ടും കാര്യങ്ങളുമാണ്. ആ നോട്ടിൻ്റെ അകത്ത് ഇവൻ ചെയ്യാൻ പോകുന്ന കൊലപാതകത്തിനെ പറ്റി ഡീറ്റെയിൽ ആയി തന്നെ ഇവൻ എഴുതും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവളുടെ ഡെഡ് ബോഡി നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു. ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പിന്നീട് പോലീസുകാരുടെ പക്കൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്രകാരം തന്നെയായിരുന്നു ആ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്തും ഉണ്ടായിരുന്നത്. പിന്നീട് കോർട്ട് കൊണ്ടുപോയിട്ട് പോലീസുകാർ ഇവൻ്റെ സബ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവൻ്റെ മാനസിക നില തെറ്റിയതും അതുപോലെ തന്നെ ഇവന് മൈനറാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തുകൊണ്ട് തന്നെയാണ് കോർട്ട് കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങൾ ചെയ്തത്. ഇവർക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്രകാരം തന്നെ ഇവനെ പുറത്തു വിടുകയാണ് ബാക്കിയുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ആകുമെന്ന തരത്തിൽ തന്നെ കോടതി ചിന്തിക്കുകയും പിന്നീട് ഇവനിക്ക് 106 വർഷം ശിക്ഷയും കാര്യങ്ങളുമാണ് ആ കോടതി ഇവനിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.